ഫസ്റ്റ് സെമസ്റ്റർ BSc നഴ്സിംഗ് അനാട്ടമി ആൻഡ് ഫിസിയോളജിക്ക് 3 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണുള്ളത്. അതിൽ ഫിസിയോളജിയുടെ ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ എക്സാമിന് മുമ്പ് അതൊന്ന് റിവ്യൂ ചെയ്തിട്ട് പോകേണ്ടതാണ്. യൂഷ്വലി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. ഇന്ന് നമുക്ക് അനാട്ടമിയുടെ 3 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റ്ലീസ്റ്റ് നോക്കിയിട്ട് പോകണം. ഇതിൽ നിന്ന് മോസ്റ്റ് ഓഫ് ദി ടൈം റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. 2024 അനാട്ടമി ആൻഡ് ഫിസിയോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോളോയിങ് ആർ ദ പാർട്സ് ഓഫ് ബ്രെയിൻ സ്റ്റെം എക്സെപ്റ്റ് സെറിബെല്ലം, മിഡ് ബ്രെയിൻ, മെഡുല, പോൺസ്. ഇതിൽ മിഡ് ബ്രെയിനും മെഡുലയും പോൺസും ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ പാർട്സാണ്. ഇതിൽ സെറിബെല്ലമാണ് മെയിൻ സ്റ്റെമ്മിൻ്റെ പാർട്സ് അല്ലാത്തത്. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ സെറിബെല്ലം. ഹസൽസ് കോർപ്പസൽസ് ആർ ഫൗണ്ട് ഇൻ പലേറ്റിൻ ടോൺസിൽ, ലിംഫ് നോഡ്, സ്പ്ലീൻ, തൈമസ്. ഇതിൻ്റെ ആൻസർ തൈമസ് ആണ്. അടുത്തത്, ഫോളോയിങ് നെർവ് ഇസ് എ ക്രേനിയൽ നെർവ്, ആക്സിലറി, മീഡിയൻ, ടിബിയൽ, ഫേഷ്യൽ. ഇതിൻ്റെ ആൻസർ ഈസ് ഫേഷ്യൽ നെർവ്. ആക്സിലറി, മീഡിയൻ, ടിബിയൽ ഇതെല്ലാം പെരിഫറൽ നെർവ്സിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. പൾമിനറി വെയിൻസ് ഓപ്പൺ ഇൻറ്റു ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ, റൈറ്റ് ഏട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ. ഇതിൽ പൾമിനറി വെയിൻ ഓപ്പൺ ഇൻറ്റു ലെഫ്റ്റ് ഏട്രിയമാണ്. കാരണം പൾമിനറി വെയിൻ ലങ്സിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുവരുന്നത് ലെഫ്റ്റ് ഏട്രിയത്തിലേക്കാണ്. ഫെർട്ടിലൈസേഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ ഫോളോയിങ് പാർട്സ് ഓഫ് ദ ഫലോപ്പിയൻ ട്യൂബ്, ആംപുല്ല, ഇസ്ത്മസ്, ഇൻട്രാമ്യൂറൽ, ഇൻഫെൻറ്റിബുലം. ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ആംപുല്ല ഓഫ് ഫലോപ്പിയൻ ട്യൂബാണ്. ഫോളോയിങ് ഇസ് ദ കവറിംഗ് ടെസ്റ്റിസ്, ട്യൂണിക്ക അഡ്വെൻറ്റീഷ്യ, ട്യൂണിക്ക അൽബുഗിന, ട്യൂണിക്ക ഇൻറ്റിമ, ട്യൂണിക്ക മീഡിയ. ഇതിൻ്റെ ആൻസർ ട്യൂണിക്ക ആൽബുഗൈനയാണ്. അടുത്തത് എസ്എ ക്വസ്റ്റ്യൻ, മെൻഷൻ ദ പാർട്സ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം, ഡിസ്ക്രൈബ് റൈറ്റ് ലങ് ഇൻ ഡീറ്റെയിൽ. ഷോർട്ട് നോട്ട്സ്, ബ്ലഡ് സപ്ലൈ ടു ദ ഹാർട്ട്, ഓവറി, സ്പൈനൽ കോഡ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മൈക്രോസ്കോപ്പിക് അനാട്ടമി, തിക്ക് സ്കിൻ ആൻഡ് തിൻ സ്കിൻ, ജെജുനം ആൻഡ് ഇലിയം, ഇവേഷൻ ആൻഡ് ഇൻവേർഷൻ. പ്രീവിയസ് വീഡിയോസിൽ അനാട്ടമിയിലെ പോസിബിൾ ക്വസ്റ്റ്യൻസിൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ട്. ഇതിലാകെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാത്തതുള്ളത് മൈക്രോസ്കോപ്പിക് അനാട്ടമി ഓഫ് തിക്ക് സ്കിൻ ആൻഡ് തിൻ സ്കിന്നാണ്. അതും ആഡ് ചെയ്യേണ്ടതാണ്, കാരണം അതെനിക്ക് വിട്ടുപോയതാണ്. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ഓൾറെഡി പോസിബിൾ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 2023 അനാട്ടമി ആൻഡ് ഫിസിയോളജിയുടെ ക്വസ്റ്റ്യനാണിത്. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആക്സിലറി നെർവ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഡാഷ് കോഡ് ഓഫ് ബ്രേക്കിയൽ ഫ്ലക്സസ്, മീഡിയൽ, ലാറ്ററൽ, പോസ്റ്റീരിയർ, ആൻറ്റീരിയർ. ഇതിൻ്റെ ആൻസർ പോസ്റ്റീരിയർ ആണ്. പോസ്റ്റീരിയർ കോഡ് ഓഫ് ദ ബ്രേക്കിയൽ ഫ്ലക്സസ് ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. കൊറോണറി സൈനസ് ഓപ്പൺ ഇൻറ്റു ഡാഷ്, റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. കൊറോണറി സൈനസ് മയോകാർഡിയത്തിൽ നിന്ന് ബ്ലഡ് കൊണ്ടുവരുന്നതാണ്. കൊറോണറി സൈനസിൽ കൊണ്ടുവരുന്ന ബ്ലഡ് ഡീഓക്സിജനേറ്റഡ് ആണ്. ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എല്ലാം റൈറ്റ് ഏട്രിയത്തിലാണ് ഓപ്പൺ അപ്പ് ആകുന്നത്. അടുത്തത്, ഇയർ പിന്ന ഈസ് എ എക്സാമ്പിൾ ഓഫ് ഡാഷ് കാർട്ടിലേജ്, ഹയാരിൻ കാർട്ടിലേജ്, ഇലാസ്റ്റിക് കാർട്ടിലേജ്, വൈറ്റ് ഫൈബ്രോ കാർട്ടിലേജ്, നൺ. ദ ആൻസർ ഈസ് ഇലാസ്റ്റിക് കാർട്ടിലേജ്. Functional area number 4 of cerebral cortex is visual, auditory, sensory, motor. ഇതിൻ്റെ ആൻസർ മോട്ടോർ ആണ്. ഇത് പ്രൈമറി മോട്ടോർ കോർട്ടെക്സ് ആണ്. ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഈസ് സെക്രീറ്റഡ് ബൈ ഡാഷ് ഗ്ലാൻഡ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, തൈറോയ്ഡ് ഗ്ലാൻഡ്, അഡ്രിനൽ ഗ്ലാൻഡ് ആൻഡ് പാൻക്രിയാസ് ഗ്ലാൻഡ്. ഇതിൻ്റെ ആൻസർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്. ഇൻ്റർകലേറ്റഡ് ഡിസ്ക് ഈസ് പ്രസൻറ്റ് ഇൻ സ്കെലിറ്റൽ മസിൽസ്, സ്മൂത്ത് മസിൽസ്, കാർഡിയാക് മസിൽസ്, ഇറക്ട്രോപൈലെ മസിൽസ്. ഇതിൻ്റെ ആൻസർ കാർഡിയാക് മസിൽസ് ആണ്. ഇത് ഫിസിയോളജിയിലും ഈ സെയിം ക്വസ്റ്റ്യൻ വന്നായിരുന്നു. ദിസ് എ ക്വസ്റ്റ്യൻ, ദ പാർട്സ് ഓഫ് യൂറിനറി സിസ്റ്റം, ഡിസ്ക്രൈബ് കിഡ്നി ഇൻ ഡീറ്റെയിൽ. ഇത് നിങ്ങൾ അറിയണം. ഷോർട്ട് നോട്ട്സ്, സൈനോവിൽ ജോയിൻസ്, നേസൽ ക്യാവിറ്റി, സെറിബെല്ലം.
ഡിഫറൻഷിയേറ്റ് ഡിയോഡിനം ഇലിയം, മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ ഓഫ് ലിംഫ് നോഡ് ആൻഡ് സ്പ്ലീൻ, ടെസ്റ്റിസ് ആൻഡ് ഓവറി. ഈ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ പോസിബിൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ വീഡിയോയിൽ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് മാത്രമാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നിങ്ങൾ കണ്ടില്ലെങ്കിൽ ആ വീഡിയോയും കണ്ട് അതിലെ അറ്റ്ലീസ്റ്റ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ ഒന്ന് നോക്കി വെക്കണം. കാരണം ഒബ്ജക്റ്റീവ് ടൈപ്പിന് 6 മാർക്ക് വാങ്ങിച്ചാൽ തന്നെ ബാക്കി നിങ്ങൾക്ക് 11 മാർക്ക് കൂടെ മതി നിങ്ങൾക്ക് ജയിക്കാൻ. 2022 അനാട്ടമി ആൻഡ് ഫിസിയോളജി ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റീനൽ ആർട്ടറി ഈസ് എ ബ്രാഞ്ച് ഓഫ് ഡാഷ്. റീനൽ ആർട്ടറി ഈസ് എ ബ്രാഞ്ച് ഓഫ് ഡാഷ്. സീലിയാക് ട്രങ്ക്, സുപ്പീരിയർ മെസെൻട്രിക്, ഇൻഫീരിയർ മെസെൻട്രിക്, അബ്ഡോമൻ, അയോട്ട. ഇതിൻ്റെ ആൻസർ അബ്ഡോമിനൽ അയോട്ട. Elbow joint is an example of dash type of joint. Elbow joint is an example of dash type of joints: ball and socket, hinge, ellipsoid, pivot. The answer is hinge joint. Elbow, knee ഇതെല്ലാം hinge joint പെടുന്നതാണ്. An example for fibrocartilage is costal cartilage, pinna of ear, intervertebral disc and epiglottis. The answer is intervertebral disc. കൊറോണറി സൈനസ് ഓപ്പൺ ഇൻറ്റു, ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടതാണ്, ഡെൻസിറ്റി, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ റൈറ്റ് ഏട്രിയമാണ്. ഡെൻസിറ്റി, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ ഇതാണ് ഓപ്ഷൻസ്. ഇതിൻ്റെ ആൻസർ റൈറ്റ് ഏട്രിയമാണ്. ഇതിനുള്ളിൽ റൈറ്റ് ഏട്രിയം എന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് നിങ്ങളിതിൽ ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്താലും നിങ്ങൾക്ക് 1 മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഇൻകറക്റ്റ് ആൻസറാണ് നിങ്ങൾക്ക് തോന്നിയാലും ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ വിടാൻ പാടില്ല. നിങ്ങൾക്ക് അറിയില്ലെങ്കിലും നിങ്ങൾ അതിന് ആൻസർ ചെയ്തിരിക്കണം. The distal attachment of biceps brachii muscle is to ulnar tuberosity, radial tuberosity, olecranoprocess, styloid process of radius. The answer is radial tuberosity. Motor area of brain is located in frontal, parietal, temporal, central. The answer is frontal lobe. ഇതിൽ എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്, മെൻഷൻ ദ പാർട്സ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം, ഡിസ്ക്രൈബ് ലങ്സ് ഇൻ ഡീറ്റെയിൽസ്. ഇത് 2 പ്രാവശ്യം റെസ്പിറേറ്ററി സിസ്റ്റം റിപ്പീറ്റായിട്ട് വരുന്നുണ്ട്. അതുപോലെ പല ക്വസ്റ്റ്യൻസും പല പ്രാവശ്യം റിപ്പീറ്റായി വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പോലും വിടാൻ പാടില്ല. ഈ 3 ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യൻസും നന്നായിട്ട് നിങ്ങൾ നോക്കി അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് വേണം പോകാൻ. ഷോർട്ട് നോട്ട്സ്: തൈറോയിഡ് ഗ്ലാൻഡ്, വെൻട്രിക്കിൾസ് ഓഫ് ബ്രെയിൻ, കിഡ്നി. Differentiate between an artery and vein, small intestine and large intestine, testes and ovaries.